ഹലോ, നമ്മളുടെ എഡിൻബ്ര ട്രിപ്പ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബർമിംഗമിൽ നിന്ന് എഡിൻബ്രയിലോട്ട് ഫ്ലൈറ്റിനാണ് പോകുന്നത്, EasyJet. നമ്മൾ ബർമിംഗം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. മോർണിംഗ് ബർമിംഗം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഷട്ടിൽ സർവീസ് ഉണ്ട് എയർപോർട്ടിലോട്ട് എവറി 2 minutes. അപ്പോൾ അതിന് ടിക്കറ്റൊന്നും എടുക്കണ്ട, ജസ്റ്റ് നമ്മൾ കയറി ഇരുന്നാൽ മതി, ഫ്രീ ആണ്. ഈ ഷട്ടിൽ സർവീസ് പോകുന്ന റൂട്ട് നല്ല രസമുണ്ട്, കാരണം ബർമിംഗം സിറ്റിയുടെ ഒരു കുട്ടി വ്യൂ ഒക്കെ കിട്ടും. അത് നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് ഇനിയും ചെക്കിനില്ല, കാരണം ചെക്കിൻ ഓൺലൈനിൽ ചെയ്തു. അതുകൊണ്ട് ഇനിയും സെക്യൂരിറ്റി ചെക്കും ബോർഡിങ്ങും അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബർമിംഗമിൽ നിന്ന് എഡിൻബ്രയിലോട്ടുള്ള നമ്മുടെ ഫ്ലൈറ്റിൽ കയറി. ഇനിയും വെയിറ്റാണ് എഡിൻബ്രയിലെത്താൻ വേണ്ടി. അവിടെ ചെന്നിട്ട് എന്താണ് അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും ഇല്ല, അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. 2 days ഉള്ളൂ ട്രിപ്പ്, ഷോർട്ട് ട്രിപ്പാണ്. അതുകൊണ്ട് എഡിൻബ്ര മാത്രമേ പോകുന്നുള്ളൂ. സ്കോട്ട്ലൻഡ് വളരെ വലിയ സ്ഥലമാണ്, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു ഗെറ്റ് അവേ പോലെ 2 ദിവസത്തേനാണ് പോകുന്നത്. അതുകൊണ്ട് എഡിൻബ്ര മാത്രം 2 ദിവസം. ഇനിയും അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാണ് എഡിൻബ്രയിൽ. ഫ്ലൈറ്റിൽ നിന്ന് നോക്കാൻ തന്നെ നല്ല രസമുണ്ട്. കുറേ കൃഷി സ്ഥലമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ കൃഷിഭൂമികൾ കാണാൻ പറ്റുന്നുണ്ട് മേളിൽ നിന്ന്. ഞാൻ നോക്കിയപ്പോൾ കുറേ മലനിരകളും കൃഷിഭൂമികളും, അങ്ങനെ ഓൾറെഡി നല്ല വൃത്തിയാണ് കാണാൻ. അപ്പോൾ എക്സൈറ്റഡ് ആണ് ഇനിയുള്ള ദിവസം 2 ദിവസം എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടി. EasyJet ആയിരുന്നു ഫ്ലൈറ്റ്, അതുകൊണ്ട് തന്നെ ഇൻ ഹൗസ് എൻ്റർടൈൻമെൻറ്റോ ഫുഡോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഉറങ്ങി ഒക്കെ ഇങ്ങെത്തി. പിന്നെ 1 hour ഉള്ളായിരുന്നത് കൊണ്ട് അങ്ങനെ ബോറൊന്നും അടിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്താ നമുക്ക് കൺവീനിയൻ്റ് എന്ന് നോക്കി നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. ആദ്യം ലഗേജൊക്കെ കൊണ്ടുവെക്കണം, അപ്പോൾ അതിന് വേണ്ടി നോക്കാം. ഇനി താമസിയാതെ പുറത്തിറങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എഡിൻബ്രയുടെ വലിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ. സമ്മർ ആയതുകൊണ്ട് നല്ല വെതറുമാണ്. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഒത്തിരി പേര് വെക്കേഷന് വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ബിസിയാണ്, അത്യാവശ്യം ബിസിയായിരുന്നു. ഇനിയും കുറേ കൺവീനിയൻ്റ് ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഇറങ്ങുമ്പോഴേ കണ്ടു, ട്രാംസും ബസ്സസും അങ്ങനെയെല്ലാം കണ്ടു. അപ്പോൾ നമ്മളുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നൊന്ന് നോക്കാം. എത്തിയിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടി. ഹോട്ടലിൽ പോയി ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി പരിപാടിക്ക് ഇറങ്ങാം. നമ്മുടെ ഫ്ലൈറ്റ് ബർമിംഗമിൽ നിന്ന് രാവിലെ 8:50 അവിടെ നിന്ന് ഒരു 1 hour ഉണ്ടായിരുന്നു. ഇവിടെ 9:50 ഒക്കെ ആയപ്പോഴത്തേക്കിന് എത്തി. ഇറങ്ങുമ്പോൾ തന്നെ ബസ്സും ട്രാമും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ട്രാമാണെങ്കിൽ സിറ്റി സെൻറ്ററിലോട്ടാണെന്ന് തോന്നുന്നു അല്ലേ, മാത്രമേ ഉള്ളൂ. ബസ് പല റൂട്ട് ഉണ്ട്. ഞങ്ങൾ ഓർത്തു ആദ്യം ഹോട്ടലിൽ പോയിട്ട് പിന്നെ അവിടുന്ന് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം എന്നോർത്തു. ഞങ്ങളുടെ ഹോട്ടൽ ക്വീൻസ്ബറി എന്ന് പറയുന്ന സ്ഥലത്താണ്. എഡിൻബ്ര തന്നെ സൗത്ത് ക്വീൻസ്ബറി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിന് ഉള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ് 747 അങ്ങനെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തോട്ടും ഓരോ ബസ് നമ്പറൊക്കെ അനുസരിച്ചാണ് ഇവിടെ. അതെല്ലായിടത്തും UK മൊത്തത്തിലുള്ള പോലെ. ഇങ്ങനെ കണ്ടിട്ട് ഒരു ഗ്രാമപ്രദേശം പോലൊക്കെ ഉള്ള സ്ഥലത്തിലാണ് പോകുന്നത്. അത്യാവശ്യം പെട്ടെന്ന് ബസ്സുകളൊക്കെ ഉണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട് എല്ലാം. ട്രാൻസ്പോർട്ടേഷൻ
കുഴപ്പമില്ല. പിന്നെ ഇനിയും അങ്ങോട്ട് കറങ്ങരകൾ പോകുമ്പം എങ്ങനെയാണെന്നുള്ളത് അറിയാം. പിന്നെ കുറേ വീടുകളും അങ്ങനെയൊക്കെയാണ്. ഇവിടെ നിന്ന് അറൗണ്ട് 20 മിനിറ്റ്സ് ഉണ്ട് നമ്മുടെ അക്കോമഡേഷനിലോട്ട് പോകാൻ. ഞങ്ങൾ എടുത്തേക്കുന്നത് പ്രീമിയറിൽ നിന്നാണ്, സൗത്ത് ക്വീൻസ്ബറിയിൽ. ഒരു സീ സൈഡാണെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണെന്നുള്ളതാണ് ചെന്നിട്ടറിയാം. എനിവേയ്സ്, എഡിൻബറയിൽ വലിയ ദൂരം ഇല്ലായിരുന്നു. പിന്നെ എഡിൻബറയ്ക്കുള്ളിലെ അക്കോമഡേഷനുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇച്ചിരി പുറത്തോട്ട് നോക്കുന്നതാണ് ബുദ്ധി. എന്നാലും ബസ്സും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നോക്കാം. വരുന്ന വഴിയേ നോക്കാം അല്ലേ. അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിനി 4th ബ്രിഡ്ജിലോട്ട് പോവുകയാണ്. ടാക്സി ബുക്ക് ചെയ്തിട്ട് വരാൻ ലേറ്റ് ആയതിൻ്റെ ഇതാണ് ഈ മുഖത്ത് കാണുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സൗത്ത് ക്വീൻസ്ബറി. ട്രെയിൻ പോകുന്നു. ഇവിടുത്തെ വളരെ ഫേമസ് ആയ 4th ബ്രിഡ്ജ് ആണ്. ഇവിടെ 3 ബ്രിഡ്ജസ് ഉണ്ട് അടുത്തടുത്തടുത്ത്. ഇത് ട്രെയിൻ പോകുന്നത്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എന്നാണ് ഞങ്ങളെ ടാക്സി കൊണ്ടുവിട്ട പുള്ളിക്കാരൻ പറഞ്ഞത്. ഞങ്ങൾ ഇനിയൊരു ക്രൂസിന് പോവാണ്. ഈ ബ്രിഡ്ജിൻ്റെയൊക്കെ അടിയിൽ കൂടെ ഇൻച്ച്കോം ഐലൻഡ്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചേർത്തൊരു 1.5 hour ഒരു ക്രൂസ് ഉണ്ട്. അപ്പോൾ അതിന് പോവാണ്. അങ്ങ് ദൂരെ ഒരു ഹാർബറാണെന്ന് തോന്നുന്നത് അല്ലേ. കുറേ ഷിപ്പൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് ഇപ്പം ട്രെയിനിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബ്രിഡ്ജുകളാണ് പോകുന്നുണ്ട്. ട്രെയിൻ കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷേ വരുന്നതാണ് നമുക്ക് പോകാനുള്ള ക്രൂസ് ബോട്ട്. ഇരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മളോട് വരാനുള്ള ടീംസാണ്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബുദ്ധിപരമായി ജാക്കറ്റ് ഇടാതെ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെ ഗൈസ്, തണുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മെയിൻ ലാൻഡ്മാർക്സ്. 4th ബ്രിഡ്ജ് ഇതിലുള്ള വൺ ഓഫ് ദ മെയിൻ ലാൻഡ്മാർക്സ്. 3 ബ്രിഡ്ജസ് ഉണ്ട്. ഇത് റെയിൽ ബ്രിഡ്ജാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് അയൺ കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1000 ടണ്ണോളം ഇരുമ്പ് പൈപ്പുകൾ യൂസ് ചെയ്താണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. 14 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ 2 ബ്രിഡ്ജസുകളുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളത്, ബസ്, കാറ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള 2 ബ്രിഡ്ജസും കൂടെ ഉണ്ട്. അങ്ങനെ 3 ബ്രിഡ്ജസ് ചേർന്നാണ് ആ ഒരു ബ്യൂട്ടിഫുൾ നമുക്ക് ആ ഒരു സീനറി തരുന്നത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഐലൻഡുകൾ, ബീച്ചുകളൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത് 4th റിവറിൽ കൂടെയാണ്. അതെന്ന് പറയുന്നത് നോർത്ത് സീയിലോട്ട് ചേരുന്ന ഒരു ഏരിയ ആണ്. സോ റിവറും കടലും കൂടി ചേർന്ന് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബീച്ചസും കടലും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഈ ബ്രിഡ്ജസ് ഉള്ളത് 4th റിവറിലാണ്. അപ്പോൾ നേരെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓയിൽ റിഗാണ്. സ്കോട്ട്ലൻഡ് വൺ ഓഫ് ദി ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓയിൽ ആണ് നമ്മളുടെ UK-ൽ. അപ്പോൾ ഇതൊരു ഓയിൽ റിഗാണ് കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ വരുന്നത്.
അങ്ങനെ നമ്മൾ എത്തിയത് സീൽ സ്പോട്ടിങ്ങിനാണ്. അപ്പോൾ അങ്ങ് ദൂരെ കുറച്ച് സീലുകളെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഉച്ച സമയത്ത് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സീലുകളാണ്. ബോട്ടിൽ വെച്ചിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ചില സമയത്ത് ഇതിലും കൂടുതൽ സീൽസിനെ കാണാൻ പറ്റുമെന്ന്. അവരിങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ അനങ്ങുന്ന പോലെയില്ല, അനങ്ങാതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ മീനിനെയൊക്കെ കഴിച്ച് അവിടെ വെയിലൊക്കെ കൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഗ്രേ സീൽസാണ് ഇവിടെ ഉള്ളത്. ഓരോ ഏരിയയിലെ ഓരോ സ്ഥലത്ത് ഓരോ സീൽ വെറൈറ്റിയാണ്. ഇവിടെ ഉള്ളത് ഗ്രേ സീൽസ് ആയിരുന്നു. എനിവേസ് അവരെ കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു, അവരിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആണ് ഇഞ്ച്കോം ഐലൻഡ്. ഇതാണ് ഇഞ്ച്കോം ഐലൻഡ്. ഇത് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് ഈ ഒരു ബോട്ട് ട്രിപ്പിൽ. ഒത്തിരി ബേർഡ് വെറൈറ്റി, അതായത് ഒത്തിരി മൈഗ്രൻ്റ് ബേർഡ്സുകൾ കുറേ വരുന്ന ഒരു ഐലൻഡാണ്. അത് മാത്രമല്ല നമ്മളുടെ ലോക്കൽ ബേർഡ്സ്, സീഗൾസ്, പഫിൻസ്, അങ്ങനെ കുറേ ബേർഡ് വെറൈറ്റി ഉള്ള ഐലൻഡാണ്. അത് മാത്രമല്ല കുറേ ഹിസ്റ്ററി ഉള്ള ഒരു ഐലൻഡായിരുന്നു. വേൾഡ് വാർ 1, 2 ആ സമയത്തൊക്കെ ആൾക്കാർക്ക് ഷെൽട്ടറൊക്കെ കൊടുത്തിരുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ അലക്സാണ്ടർ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഈ ഐലൻഡിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ കുടുങ്ങിയപ്പോൾ ഈ ഐലൻഡിൽ താമസിച്ചിരുന്നത് ഒരു ഹെർമിറ്റാണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ സന്യാസികളെയൊക്കെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, റിലീജിയസ് റീസൺസ് കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ അലക്സാണ്ടർ ഫസ്റ്റിന് ഈ ഐലൻഡിൽ വന്നെങ്കിലും പുള്ളിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ അതിൻ്റെ നന്ദി പ്രകാശനം എന്നോണം, പുള്ളി സേഫ് ആയതുകൊണ്ടൊക്കെ ഉള്ള നന്ദി പ്രകാശനം എന്നോണം ദൈവത്തിനോ പിന്നെ ഹെർമിറ്റിനോ ഒക്കെ ഉള്ള ഒരു താങ്ക്സ് ഗിവിങ് പോലെ ഇവിടെ ഒരു ആബി പണിതു. അതാണ് നമ്മൾ മുമ്പേ കണ്ട ഇഞ്ച്കോം ആബി. നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ അത് ഇപ്പോൾ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ ഇഞ്ച്കോം ആബി ആണ് ഈ കാണുന്നത്. ഇവിടെ അവർ ബോട്ടിൽ വെച്ചിട്ട് ടൂർ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ നമുക്ക് വെഡ്ഡിങ്സൊക്കെ ഇവിടെ നടത്താം, ഇവൻറ്റ്സുകൾ നടത്താം, അതിനൊക്കെ ഇപ്പോഴും പെർമിഷൻസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ബോട്ട് റൈഡ് പോലെ ഇരിക്കും. 3 hour ബോട്ട് റൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇഞ്ച്കോം ആബിയിൽ ഇറങ്ങി അവിടെ ആബിയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരാം. നമ്മളെടുത്തത് 1.5 hour ആണ്. സോ അത് ഇങ്ങനെ ചുറ്റും കണ്ട് വരത്തേ ഉള്ളൂ. പക്ഷേ എനിവേസ് അതും നല്ല പ്രിറ്റി ആയിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി സൗത്ത് ക്വീൻസ്ബറി ഏരിയയിൽ കൂടെ ഒന്ന് നടക്കാം എന്നോർത്തു. നല്ല കോബിൾഡ് സ്ട്രീറ്റ്സ്,
ടാറിട്ട റോഡുകളൊന്നും അല്ല, ഇങ്ങനെ കല്ല് വെച്ച റോഡുകളാണ്. പിന്നെ പെയിൻ്റൊക്കെ അടിച്ച ബിൽഡിങ്, ഇവിടെ പൊതുവേ പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങുകളൊന്നും കാണാറില്ല. എല്ലാം ഇങ്ങനെ ഒരു ന്യൂട്രൽ ടോൺ, അല്ലെങ്കിൽ കല്ല് വെച്ച ബിൽഡിങ്സ്, അല്ലെങ്കിൽ ബ്രിക്ക് വാൾസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ രസമുണ്ട്. കുറേ ക്യാഫേസ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരു കോസ്റ്റൽ ടൗൺ പോലെ, അങ്ങനത്തെ ഒരു ഭംഗിയുള്ളൊരു കുഞ്ഞു ടൗണായിരുന്നു. പക്ഷേ നമ്മൾ വിശന്ന് വന്ന് എങ്കിലും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും തുറന്നിട്ടില്ലായിരുന്നു. ഉച്ച സമയമായിരുന്നു, എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും ബ്രേക്ക് ടൈമായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് നോക്കി ഇങ്ങനെ പോവാണ്. ഒരു കടയും തുറന്നിട്ടില്ല. എങ്കിലും ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ്. കടകൾ തപ്പി ഇതുവരെ ഒരു കടയും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളൊരു കോപ്പിൽ പോയി ഒരു സാൻഡ്വിച്ച് കഴിച്ചു. ഇനിയും തിരിച്ച് ഹോട്ടലിൽ പോകണം. ബസ് എടുത്താണ് പോകുന്നത്. കാരണം ടാക്സി ഈ ഏരിയയിൽ വളരെ ശോകമാണ്, ടാക്സി ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ബസ് എടുത്ത് ഇനിയും ഹോട്ടലിൽ പോവാം. ഇനിയും അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ സൗത്ത് ക്വീൻസ് ഫെറിയിലൊക്കെ പോയി ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു. ഹോട്ടലെത്തി. അപ്പോൾ ഹോട്ടൽ വന്നാലേ അന്നേരം പിന്നെ ഒരു റൂം ടൂറൊക്കെ വേണമല്ലോ. അപ്പോൾ റൂം ടൂറാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളുടെ മെയിൻ ഡോർ, അവിടെ നമ്മൾ കാർഡൊക്കെ തരും, കാർഡൊക്കെ അതിലിടണം. അപ്പം നമുക്ക് ലൈറ്റൊക്കെ കത്തിക്കാം. എന്നിട്ട് ഇതാണ് നമ്മുടെ റൂം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ലൈറ്റൊക്കെയുള്ള മിററുണ്ട്. അപ്പോൾ ഒരുങ്ങാൻ മേക്കപ്പൊക്കെ ഇടാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു സ്റ്റോറേജ്, കുറച്ചേ ഉള്ളൂ, കുഞ്ഞൊരു സ്റ്റോറേജ്. ഫാനുണ്ട്, പിന്നെ എക്സ്ട്രാ ഫാനുണ്ട്. ഇപ്പം ചൂടൊക്കെ ഡിസംബറൊക്കെ ആയതുകൊണ്ട് ഒരു TV, പിന്നെ ടേബിൾ, ഇത് അവരുടെ കുറച്ച് ബ്രോഷേഴ്സ്, പിന്നെ ഒരു കണ്ണാടി, ഇഷ്ടം പോലെ കണ്ണാടി ഉണ്ട്. പിന്നെ ഒരു ചെയർ, പിന്നെ നമ്മുടെ നോർമൽ ബെഡ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആണ് ബാത്റൂം. ഒരു അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു ബാത്റൂം അല്ലേ, അത്യാവശ്യം നല്ലൊരു ബാത്റൂം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അപ്പോൾ നമ്മളുടെ റൂം ടൂറൊക്കെ കഴിഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ. ബൈ ബൈ.